അശ്രീസ് വ്ലോഗ്. അപ്പൊ ഇന്നലെ നമ്മ എന്തൊരു പാലട പായസം ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ അതെ ഇന്നപ്പോ നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ അതിലെ സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറെ നേരം വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ഇച്ചാണ് വിളിക്കുന്നത്. പക്ഷെ ഇച്ച വരുന്നില്ല. അങ്ങനെ ഇപ്പൊ ഫൈനലി ഇച്ചാണ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇച്ച വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഉണ്ടാക്കുന്നതായിരിക്കും. ഇങ്ങനെ രണ്ടാളും കൂടിയിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഞാൻ മാത്രം ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ എന്നെ കുറ്റം പറയും. അതുകൊണ്ട് മാത്രം. അപ്പൊ നമുക്കിപ്പോ വീഡിയോ എടുക്കാം. ഈ പാലട നമുക്ക് അന്ന് ഗോൾഡ് എടുക്കാൻ പോയപ്പോ അവിടെ നിന്ന് കിട്ടിയാണ് സിയാന ഗോൾഡിലേക്ക് അന്ന് ഗോൾഡ് എടുക്കാൻ പോയില്ല. ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയ സാധനമാണ്. അവര് പറഞ്ഞ അന്ന് പാല് മാത്രം ഒഴിച്ചാൽ മതി എന്നറിയും. ഇവിടെ ഒരു ലിസ്റ്റ് ആയി തന്നിട്ടുണ്ട് കുറെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിട്ട്. പിന്നെ അതിലാകെ രണ്ടാണ് ഇപ്പൊ ഉള്ളു. അപ്പൊ നട്ട്സ് ഒക്കെ വേണ്ടേ? മുന്തിരി, നെയ്യ് അങ്ങനത്തെ ഒക്കെ വേണ്ടേ? കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ. അപ്പോ അതൊക്കെ ഉണ്ടാക്കാം. ഒരു ബൗള് പായസം വാങ്ങുന്നതിനാട്ടി വിലക്കുള്ള സാധനങ്ങൾ അവിടെ വാങ്ങിക്കും. എന്നിട്ട് അതിന് ടേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കി ഞാൻ അപ്പൊ പറഞ്ഞേട്ടാ. എന്തൊക്കെ അടുത്ത് വെച്ചിട്ടുള്ള ഉണ്ടാക്കോ ഉണ്ടാക്കട്ടോ. കാരണം അല്ലല്ല ഇപ്പൊ ഷമ്മീസ് കിച്ചൺ നോക്കി ഞാൻ കണ്ടായിരുന്നു. കാരമൽ ഉണ്ടാക്കിണ്ട് ഇവിടെ. അൽഫാം കാരമല്. പാലട. ഇത് കുക്കിംഗ് വ്ളോഗ് ഒന്നല്ല കേട്ടോ. ആരും ഈ കുക്കിംഗ് വ്ളോഗിന്റെ അത്ര കായില്ല അങ്ങനെയല്ല പറയണ്ട. അങ്ങനെ ഒന്നും പറയണ്ട. ഇത് കുക്കിംഗ് വ്ളോഗ് കുക്ക് ചെയ്യാൻ അറിയില്ല. നാളെ തൊട്ട് പച്ച വെള്ളം പോലെ ചകില്ലി. ഇത് നോക്കിയോട്ടോ. ഇത് പാലട മിക്സ് നമുക്ക് സിയാനെന്ന് കിട്ടിയത്. പിന്നെ ഗോൾഡിന്റെ ഷോപ്പ് 2 പാക്കറ്റ് പാലുണ്ട്, പാൽപ്പൊടി ഉണ്ട്. ഇതൊക്കെ ഓപ്ഷനലാണ് കേട്ടോ. മിക്സിന്നാകുമ്പോ അതൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് പാൽപ്പൊടിയൊക്കെ ഓപ്ഷനിലാണ്. നമുക്ക് വേണമെങ്കിൽ ഇട്ടാ മതി. മിൽക്കി മേഡ് വാങ്ങാം, ഇടാം. അങ്ങനെയൊക്കെയാണ്. കാഷ്യൂ, ഉണക്കമുന്തിരി, നെയ്യ്. നീ വാ, നീ ഉണ്ടാക്കാം. കമോ ഉമ്മിക്കിടുന്ന് ഉറങ്ങട്ടോ. ഉമ്മി നീക്കണ്ടപ്പോ ഉമ്മി നമ്മൾ ഉണ്ടാക്കി പകുതിയൊക്കെ ആകുമ്പോ നീക്കും. കാരണം കരിഞ്ഞ വല്ല മണം വരുമല്ലോ. അതെ, സ്വാഭാവികമായിട്ട്. അതുകൊണ്ട് നമുക്ക് നോക്കാം കൊടുക്കാൻ പറ്റുമോ. ഇല്ലെങ്കിൽ നമുക്ക് ചോദിച്ചേ അസി ഉണ്ടാക്കിയിട്ടുണ്ടോ ഇതൊക്കെ? ഇതേപോലെ മിക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലാതെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. സേമിയ പായസം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കൊളായാലും ചിന നമുക്ക് പുറത്തുനിന്ന് ഒരു ഗ്ലാസ് വാങ്ങിക്കൊണ്ടാ. അവിടെ മറ്റേ അവിടെ ഉണ്ടല്ലോ ഒന്ന്, അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ട് കൊടുക്കാം. ഓക്കെ. അപ്പൊ നമ്മ ആദ്യം ഇവിടെ കിട്ടോ കുക്കർ ഞാൻ മാറ്റിട്ട് പെട്ടെന്ന് നോക്ക്. അപ്പോൾ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് നമുക്ക് പാല് തിളപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് മറ്റേ അണ്ടിപ്പരിപ്പ് മുന്തിരി പാല് തിളപ്പിച്ചിട്ട് ഇതിടാം. ഇതിട്ട് തിളക്കുമ്പോ നമുക്ക് ഇത് വഴറ്റിയെടുക്കാം. നിക്ക് ഇത്രയൊന്നും മുന്തിരി വേണ്ട കേട്ടോ. ഞാൻ വെറുതെ എനിക്കൊന്നാമത് വലിയ ഇഷ്ടമൊന്നുമില്ല. ഞങ്ങൾ ഇഷ്ടമുള്ള ഒരു കഴിച്ചോട്ടെ. എനിക്ക് ഇഷ്ടമല്ലെന്ന് വിചാരിച്ചു ഞങ്ങളൊക്കെ പട്ടിണി കിടക്കണമെന്നുണ്ടോ? അപ്പൊ നമുക്ക് ആദ്യം ഗ്യാസ് കത്തിക്കണിച്ചാ. ഗ്യാസ് കത്തിക്കണല്ലോ. ഗ്യാസ് തുറക്കാതെട്ടാ കത്തിക്കണ ഇങ്ങനെ ഒരു സാധനം. കാത്തോളനെ നല്ല ഭഗവാനെ ഡയലോഗ്. ഭഗവാനെ നല്ലത് ചെയ്താ നല്ലത് കിട്ടണേ. കിട്ടോ? കോൺഫിഡൻസ് ഒക്കെ കളയാം കേട്ടോ. എനിക്ക് പിന്നെ അറിയാം. ശക്തവും വ്യക്തവുമായിട്ട് എനിക്ക് പിന്നെ അറിയാം. കട്ടിങ്ങനെ എടുത്ത ഞാന് കൊണ്ടുവന്നിട്ടാണ് ഫ്രീസർ വെച്ചാണ് കട്ടായി. എന്നിട്ടുണ്ട് പാലട ഷേക്ക് അടിക്കലേ. ഞാൻ പറയണതിന് വല്ല തെറ്റോ കുറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും. ഇതാണ് കാട്ടിക്കൂട്ടല്. നീ തന്നെ ശരിയാക്കണം. ഇതിങ്ങനെ വരുമ്പോഴേ അല്ലെങ്കിൽ ഞാൻ മര്യാദ ചെയ്യേണ്ട സാധനങ്ങളല്ലേ. ആദ്യമായിട്ടാണ് പാലടാക്കണം. എന്നിട്ട് നമ്മൾ മര്യാദ മിക്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ
അവൾ ഒറ്റ കുളിച്ച് പുറത്ത് കളഞ്ഞു. പൂച്ചാണ് എന്നിട്ട് കഴിച്ചെന്ന് പറഞ്ഞ അല്ലേ? പാലിവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം തിളച്ച് വരണം. കറക്റ്റ് ശമിച്ചാണ് പാല് നല്ലോണം തിളച്ച് വരണം. ഇതൊക്കെ കണ്ടാ മതി. ഇതൊക്കെ കാണണേ. നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം അല്ലേ? കത്തിച്ചിട്ടില്ലേ? കത്തിച്ചിട്ടുണ്ട്. ഫുള്ളാണേ. മൂടിച്ചോ. അപ്പൊ നമ്മളിവിടെ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ശരിയാവോന്ന് അറിയില്ല. ചിലവരുടെ ശരിയാവും, ചിലവരുടെ ശരിയാവില്ല. ഞങ്ങളത് ശരിയാവില്ല മിക്കവാറും. കണ്ടോ, ഈ ഒരു കോൺഫിഡൻസ് എന്നെ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും. ആവശ്യമില്ലാത്ത കാര്യത്തിന് ഓവർ മോട്ടിവേഷനും തരും. ഇങ്ങനത്തെ കാര്യത്തിന് എന്റെ കോൺഫിഡൻസ് ഒക്കെ കുറയ്ക്കും. ഇതാണ് എന്റെ ഹസ്ബൻഡ് അല്ലേ? അതെ, ഇങ്ങനെയുള്ള മോട്ടിവേഷൻസ് എങ്ങനെ ഉണ്ടായി എന്നറിയാം. എനിക്ക് എക്സ്പീരിയൻസ് എന്നാണ് പോലെ. വാ, ഒരു എക്സ്പീരിയൻസ് ഇല്ല ഗൈസ്, ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് ഗൈസ്. വാ, ഡൗട്ടായിരുന്നു ഇങ്ങനെ ഇച്ച ഈ കട്ടൊക്കെ ആദ്യം ഇതാവണേ, എന്നിട്ട് വേണ്ടേ ആവാന്. കുറച്ചിട്ട് വെച്ചിട്ട് കുറച്ച് നേരം ഒന്നായിട്ടൊന്നുമില്ല. ഇതിനുള്ള ടൈം ആവണം. ജ്യൂസ് അടിക്കുന്ന പോലെ ഇപ്പൊ തന്നെ ആവൂലേ. പിന്നെന്താ, എല്ലാവർക്കും സുഖല്ലേ ഗൈസ്? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ആയിരുന്നു. എന്താണ് ഗൈസ് ഇവിടെ ഇച്ച് പറയണ മറ്റേ എന്നിട്ട് പട്ടിണിയും പറയാ. നിങ്ങൾ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാം. കാണുന്ന ഒരു പകുതിയും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് അല്ലേ? തിളച്ചില്ല ഗൈസ്, പോകണ്ട്. ഇത് തുറന്ന് കേട്ടോ. ഒരു 10 പ്രാവശ്യം ഇപ്പൊ തുറന്നിട്ടുണ്ടാവും. ഇങ്ങനെ ആക്രാന്തമുള്ള ഒരു സാധനം ഇപ്പൊ കഴിയും. എനിക്ക് പായസത്തിൽ മുന്തിരി ഇഷ്ടമില്ലാത്ത ഇങ്ങനെ തന്നെ ഇഷ്ടം. പാലിങ്ങനെ നല്ല പോലെ തളിച്ചിട്ടാ. ഇനി എന്താ ചെയ്യണ്ടേ ചീന? ഇങ്ങനെ കുറച്ച് വെച്ച് ഇതിടണം. പായസം മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടാ. നല്ലോണം തിളപ്പിക്കും. ഇളക്കം വേണ്ട. അയ്യോ, മുന്തിരി ഒഴിക്കും. ഇളക്കാൻ വേണം. പിന്നെ നല്ലോണം തിളക്കാം. എനിക്ക് എക്സ്ട്രാ പഞ്ചസാര ഒന്നും ഇടണ്ടല്ലോ? ഒന്നും ഇടണ്ടാന്നാണ് അവര് പറഞ്ഞത്. 2 ലിറ്റർ പാലേക്ക് ഇടണ്ടാന്ന് അവര് പറഞ്ഞു. മറ്റേ തിളപ്പിക്കണ്ടേ? മറ്റേ ഉണ്ടാക്കണം. നെയ്യും അതുകൊണ്ടൊക്കെ അപ്പോഴത്തേന് ഇത് തിളച്ചു വന്നോളൂ. അടിപിടിക്കില്ലല്ലോ. തീ കുറച്ച് ഇനി ഇതിലുണ്ടാക്കാം. എത്ര സ്പൂണോ? നെയ്യ് നമുക്ക് അങ്ങനെ കണക്കില്ലായിട്ടല്ല, അറിയില്ല. പക്ഷെ വളരെ പ്രത്യേകത വെച്ചാൽ ഈ അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയില്ല. അതിനെന്തേലും ഒരു ഇതുപോലത്തെ പൊട്ടത്തരം പറഞ്ഞുതരും. സത്യല്ലേ ചീന? എന്നൊന്നും പറയും. ചെന്നിങ്ങനെ പറഞ്ഞോണ്ടിരുന്നോളൂ. ഇതൊന്ന് പൊട്ടിച്ചേരോ? റിയാസ് കാണിച്ചു തരും. എന്താണ് പറഞ്ഞോ? മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ ഷമ്മീസ് കിച്ചണില് ഇതൊന്നും പറഞ്ഞൊന്നില്ല പറയുന്നു. ഞാനെടുത്ത എന്റെ ഹിസ്റ്ററി നോക്കി നോക്കിട്ടെ ഞാൻ ഏതിനെടുത്തേന്ന്. ഞാൻ എന്തുണ്ടാക്കണം എന്ന് വെച്ചാൽ ചോദിക്കും, ഷമ്മീസ് കിച്ചനാണോ? മതി, ഷമ്മീസ് കിച്ചനാണോ അങ്ങനെ ചോദിക്കും. എല്ലാതൊന്നും ഉണ്ടാക്കാറില്ല. പിന്നെ വെറുതെ പറഞ്ഞ വല്ലായി പറ, വല്ലായി പറ. അത് നെയ്യൊക്കെ തേച്ച്
ഇത് കാട്ടാൻ ഇങ്ങോട്ട് താ. ആ. ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പാണ് മുന്തിരി. ആദ്യം ചൂടായിക്കോട്ടെ, എപ്പോഴുള്ളതാണ് ദോശ ചൂടിട്ടാ ഫസ്റ്റത്തെ കൊളാക്കും. അപ്പൊ എന്തേ ചട്ടി ചൂടായിട്ടില്ലേ, എന്നാ ചട്ടി ചൂടായിട്ട് ഇട്ടാ പോരെ. ഇവിടെ എത്തിയാ പോയിക്കണം. അടി പിടിച്ചാ പറയും ഇരട്ടെ. ചൂടായ നോക്ക ഫസ്റ്റ് വരലിട്ട് നോക്കിയാ. മനസ്സിലായി. ഇത്രയും മുന്തിരി വേണിച്ചാ കേട്ടോ. ചകിങ്ങനല്ല വീശിനല്ല. ഇതിന് തമിഴ് എന്താ പറയാ? എനിക്കൊന്നും അറിയില്ല. ഇതിന് തമിഴ്നാട്ടിൽ എനിക്കറിയില്ലേ. രണ്ടുപേർക്ക് തമിഴ് എന്താ പറയുന്ന അറിയില്ല. എനിക്കറിയില്ല. മുന്തിരി എന്തിനാ അണ്ടിപ്പരിപ്പിനെ? അറിയാം. ഗായ്സ് ഇച്ച പറയണ നോക്കണ്ട കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. ഉണ്ടായിട്ട് വരുന്നല്ലോ. പച്ചമുന്തിരില്ലേ നമുക്ക് ഉണ്ടാക്കാം. നീ ഉണ്ടാക്കണ്ട. മുറിച്ചിട്ടൂടെ മന്ദബുദ്ധിയാ രണ്ടുപേരും കൂട്ടിച്ചേടാ. ഇങ്ങനെ ഒരു ദുരന്തം. തിളക്കണ്ട. ഇതൊന്ന് ഇളക്കി നോക്കിയാ. തിളക്കണ്ട. ഇളക്കല്ലേ. കൂടുതലാണ്. അയക്കാൻ കിടന്നാളാ. നമ്മുടെ പായസം ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇതും സെറ്റ് ആയി വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ തിളച്ച് വരുമ്പോ പാൽപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്കറിയില്ല എപ്പോഴും പാൽപ്പൊടി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളങ്ങനെ ഇടണം. ഇത് ചിലവാക്കും. സാധനം ഇവിടെ ഉണ്ടായതുകൊണ്ട് ചിലവാക്കണം കേട്ടോ. ഇച്ചാക്കാണ് പാൽപ്പൊടി ഇടണം. ഞാനൊന്നും അവിടെ പാൽപ്പൊടി ഇടാറില്ല. ഇവിടെ ഉമ്മയൊക്കെ ഇടാറുണ്ടെന്ന് പറഞ്ഞു. മിൽക്കി മേടില്ല, അപ്പൊ പാൽപ്പൊടി ഇടാൻ വിചാരിച്ചു. കട്ടില്ലല്ലോ ചിന. എന്താ കുറച്ച് വെള്ളം വെള്ളം ഒഴിക്കാനേ? കട്ടി ഉണ്ട് എന്നല്ല, ഇല്ലാന്ന് പറഞ്ഞ. തിളച്ച് തിളച്ച് വരുന്നുണ്ട്. ശരിയായി എന്ന് തോന്നുന്നുണ്ട്. സാധാരണ ശരിയാവാത്തതാണ്. കാണാനൊക്കെ കോലുണ്ടല്ലേ. പക്ഷെ മറ്റേ പാലട കളർ വരില്ല കേട്ടോ. അതിന് ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോ കാരമൽ പഞ്ചസാര ഒഴിക്കണം. അത് സെറ്റാക്കിയാലേ ശരിയാവുള്ളൂ. എല്ലാ കളർ വരുള്ളൂ. ഇത് നമ്മള് ഓതന്റിക് അല്ലേ? അട മാത്രമേ അടിയില്ലല്ലോ തീ കുറവുള്ളൂ. കുറുകി വരുമ്പോ ചെറിയുള്ളൂ അല്ലേ? അപ്പൊ നമുക്ക് ഇത് ആക്കി വെച്ചത് എന്താ ആക്കി വെച്ചെന്നറ മറന്നിട്ടോ. എന്ത് പേരാലേക്കണ്. നെയ്യില് വാട്ടിയ അണ്ടിപ്പരിപ്പ് മുന്തി. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഇളക്കി കൊടുക്കണ്ടേ? ഇളക്കിക്കടാ. അപ്പൊ ജസ്റ്റ് ഒരു ചെറിയ മഞ്ഞ കളർ നെയ്യിടണം. മറ്റേതിന് ശരിക്കും അത് വേണം. അപ്പൊ നമ്മളുടെ പാലട പ്രഥമൻ ഇന്ന് ഉച്ചില വിശേഷിപ്പിക്കുന്ന സാധനം റെഡി. എന്താ ഇച്ച വിശേഷിപ്പിച്ചില്ലേ? ഞാൻ കുടിച്ചിട്ട് വരാം. ഓക്കെ. അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കി നമുക്ക് പിന്നെ കാണാം. നമുക്ക് കുടിക്കുമ്പോ കാണാല്ലേ ബാക്കി. അതെ, പഠിച്ചു. സ്വാഭാവികം ഉണ്ടാക്കിയല്ലേ? അല്ല ഉണ്ടാക്കിയല്ല, മിക്സിൻ്റെ ഉള്ളിൽ പഞ്ചസാര വന്നുകൊണ്ട് പഞ്ചസാര കറക്റ്റായിരിക്കും. ഇനി പോയിക്കോ. മതി, ഇച്ചാടെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി പോയിക്കോട്ടാ. ബൈ 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 ബൈ. ചേക്കല്ല മുന്തിരിയൊക്കെ കാണാറ്.
രസമുണ്ടോ? പോരാന്നാ എന്താ ചീന കുഴപ്പമില്ലെന്നാ. മോളെ അടപ്രഥമ ഉണ്ടാക്കി തന്നതാണ്. എന്നിട്ട് എങ്ങനെയുണ്ട്? ഉസാറാണ്. ആലോചിച്ചിട്ട് ഞാൻ പറയണ്ടേ, പറഞ്ഞല്ല പ്രശ്നമാവുന്നു. എങ്ങണ്ട ചീന? ഓക്കെ, ഇത് കറക്റ്റ് റിവ്യൂ കേട്ടോ. ഞാൻ കുറിച്ച് കേട്ടോ. പറഞ്ഞാൽ തന്നെ വലിയ രസമില്ല. കുഴപ്പമില്ല, മിക്സിന്റെ പ്രശ്നമൊന്നുമല്ല കേട്ടോ, ഉണ്ടാക്കിന്റെ പ്രശ്നമാണ് അല്ലേ? പാലടൊക്കെ ഉണ്ടാക്കി കുടിച്ചു. അതെ, കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മ ഉദ്ദേശിച്ച പാലടയുടെ ആ ടേസ്റ്റ് ഒന്നും ഇല്ല. എനിക്ക് പാലട ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആ ടേസ്റ്റ് ഒന്നും ഇവിടെ കിട്ടിയിട്ടൊന്നുമില്ല. ഇത് വേറെ സ്പെഷ്യലാണ്. അതെ, സാധാരണ പറയില്ല, ഞങ്ങളോടൊക്കെ എങ്ങനെയാണെന്ന് പറയല്, എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം വന്നാല്. പക്ഷെ അങ്ങനെ ഒന്നല്ല കഴിച്ചു, വലിയ ടേസ്റ്റ് ഒന്നുമില്ല. അതെ, അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.